മമ്മി ഉണ്ടാക്കി തരുന്ന അച്ചാർ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ അച്ചാറാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കണതെന്ന് നോക്കാം. വീട്ടിൽ തന്നെ മാവിൽ നിന്ന് പൊട്ടിച്ചെടുത്ത മാങ്ങയാണ്. നല്ലത് നോക്കി എടുത്തിട്ടുണ്ട്. മാവിൽ കയറാനൊന്നും പോയില്ല, എത്തുന്ന സ്ഥലത്തുനിന്ന് പൊട്ടിച്ചെടുത്തതാണ് മാങ്ങ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായിക്കോട്ടെ, അതായത് മുഴുവനായിട്ട് വാർത്ത് കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വൈകുന്നേരം ഞാനിത് ചെയ്യുന്നത് കാര്യം നമുക്കിതിനകത്ത് ഉപ്പും കായപ്പൊടിയും ഇട്ട് നൈറ്റ് വെക്കണം. അപ്പോൾ ഇതിൽ ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കായപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കായപ്പൊടി ഇട്ടാൽ മതി. ഉപ്പും കായപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് അതിന് നന്നായിട്ട് അലിയണം. കാര്യം രാവിലെ എടുക്കുമ്പോൾ ഉപ്പ് നന്നായിട്ട് പിടിക്കണം മാങ്ങയിൽ. കുറവുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചേർക്കാം. കായപ്പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് മാങ്ങ അച്ചാർ തയ്യാറാക്കാം. ഞാൻ ഒരു പച്ചമുളക് ഇതിൽ അരിഞ്ഞിടുന്നുണ്ട്. അത് കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊടി ഉപ്പാണ് ഇടുന്നത്, ഇന്നലെ കല്ലുപ്പാണ് ഇട്ടത്. പിന്നെ കുറച്ചൊരു കായപ്പൊടിയുടെ ഇതും കുറവുണ്ട്. അത് മാങ്ങയില കുറവ്. ഒരു കഷ്ണം എടുത്ത് നമ്മൾ കഴിച്ച് നോക്കി നമുക്ക് അറിയാൻ പറ്റും. കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും മാങ്ങയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു മാങ്ങ എടുത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇന്നലെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചതുകൊണ്ട് അതിനൊരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കടുക് എടുത്തിട്ട് നമുക്ക് ചതച്ച് വെക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, നല്ലെണ്ണയിലാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കേണ്ടത്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുകും പച്ച ഉലുവയും നമ്മൾ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഈ തലേദിവസം ഇരുന്ന നമ്മുടെ മാങ്ങയിൽ വെള്ളം ഉണ്ടാവും, ഉപ്പും കായവും പിടിച്ച വെള്ളമുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുന്നത് നമ്മൾ മുളക് പൊടിയും ബാക്കി പൊടികളൊക്കെ ഇടുമ്പോൾ അത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവപ്പൊടി, നേരത്തെ ചതച്ച് വെച്ച കടുകാണ് എടുത്തിടുന്നത്, കായപ്പൊടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കത്തില്ല. അതുപോലെ വെള്ളം ഒഴിച്ചതുകൊണ്ട് ഈ പൊടികൾ കരിയുമില്ല. നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലെണ്ണ തന്നെ ചേർക്കണം. വെളിച്ചെണ്ണ ഇതിൽ യൂസ് ചെയ്യരുത്. ടേസ്റ്റ് കൂടുതലുള്ളത് നല്ലെണ്ണയ്ക്കാണ്. എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കുക. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് തണുക്കണം കേട്ടോ, ഒരു ചൂടൊന്നും പാടില്ല. എന്തായാലും നമുക്ക് മാങ്ങ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാടൻ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അച്ചാർ എപ്പോഴും ചില്ലുകുപ്പിക്കകത്ത് ഇട്ട് വയ്ക്കുന്നത് നല്ലത്.
അതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ബോക്സ് നമുക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതല്ലെങ്കിലും എപ്പോഴും അച്ചാർ പോലുള്ള സാധനങ്ങൾ നമ്മൾ ചില്ല് കുപ്പിക്കകത്തിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനും ഒരു ചില്ല് കുപ്പിക്കകത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും.